Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അവല് വെച്ചിട്ട് വടയാട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ്. ഇത് നമുക്ക് ഈവനിംഗ് സ്നാക്സ് ആയിട്ടും ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് അവല്, ഒരു ബ്രെഡ്, 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, ഉപ്പ്, പിന്നെ വറക്കാൻ കുറച്ച് എണ്ണയും വേണം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ചുമന്ന അവലാണ്. ആദ്യമേ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഒരു 3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിക്കണേന്, അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് അധികം ഒഴിച്ചോളൂ. അപ്പോൾ അത് ഇനിയിപ്പം കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് അവലൊന്ന് വീർത്ത് വരും. അപ്പോൾ ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവല് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഒന്ന് പൊടിഞ്ഞു പോകും, ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇത് ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നിങ്ങനെ തവി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം എല്ലാം പൊക്കോളും ഫുള്ളായിട്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പൊക്കോളും. ഇനി ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡൊന്നും കളയണ്ട, ഇങ്ങനെ തന്നെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അവലിൻ്റെ അകത്തുള്ള വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പീച്ചുമ്പോൾ തന്നെ ഇതൊന്ന് നല്ലതായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ചേർക്കാം. അപ്പോൾ അത് കുറച്ച് ചേർത്തേച്ചാൽ മതി, ഫുള്ളും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, സവാള, പച്ചമുളക്, കുറച്ച് ഉപ്പ്, ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് നല്ലതായിട്ട് ഇങ്ങനെ നമ്മൾ ഉടച്ച് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ആ അവലൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരത്തുള്ളൂ. അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിന് നമുക്ക് ഷേപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനെ. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരുന്നത് വരെ നമുക്കിതിൻ്റെ അകത്ത് ബ്രെഡ് ക്രംസ് ചേർക്കണം കേട്ടോ. ഇപ്പോൾ ബ്രെഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. പക്ഷേ അരിപ്പൊടിയേക്കാളും ടേസ്റ്റ് ബ്രെഡ് തന്നെയായിരിക്കുള്ളൂ. ഈ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, കറിവേപ്പില അതൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി കീറിയിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. കുഴച്ചെടുത്തിട്ട് നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചേക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇത് നമുക്കൊന്ന് ഷേപ്പാക്കിയെടുക്കണം. ഷേപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ആദ്യമേ കുറച്ച് എണ്ണ ഒന്ന് പറ്റിച്ചു കൊടുക്കുക. ഇത് 2 കയ്യിലും തേക്കുക കേട്ടോ. അപ്പോൾ ഇത് ഷേപ്പാക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുഞ്ഞ് ബോൾ എടുത്തിട്ട്, അപ്പോൾ എന്ത് ഷേപ്പ് വേണമെങ്കിലും, കട്ട്ലേറ്റിൻ്റെ ഷേപ്പോ വടയുടെ ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും ആക്കാം, അല്ലെങ്കിൽ ഉരുണ്ട ഷേപ്പോ അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വടയുടെ ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണക്ക് നമുക്ക് എല്ലാം അങ്ങനെ ചെറിയ ചെറിയ വടകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതെല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ വടയുടെ ഷേപ്പിലാട്ടോ ആക്കിയെടുത്തേക്കണം. ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിനായിട്ട് ഇത് വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിലായിരിക്കും കേട്ടോ വെക്കുന്നത് എപ്പോഴും നല്ലത്. അധികം വട്ടമില്ലാണ്ട് കുഴിയുള്ള പാത്രം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ മതിയാവും ഇത് വറക്കാനായിട്ട്. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വട ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്ര എണ്ണ വേണം. ഇനി ഇത് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മളിത് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കണം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി മീഡിയം ഹീറ്റിൽ കിടന്നിട്ട് വേണം ഇത് വെന്ത് വരാനായിട്ട്. ഇതിപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കെ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്നി കൂട്ടി കഴിക്കാം കേട്ടോ, നമ്മൾ സാധാരണ വട കഴിക്കുന്ന പോലെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ എനിക്കറിയുള്ളൂ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞെന്നുള്ളത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.